16ാം ധനകാര്യ കമ്മീഷൻ അവാർഡുകൾ പുറത്തു വന്നിരിക്കുന്നു. സംസ്ഥാനങ്ങൾ അസംതൃപ്തിയിലാണ്. കേരളമാണെങ്കിൽ കടുത്ത അസംതൃപ്തിയിലാണ്. എന്തുകൊണ്ടാണ് സംസ്ഥാനങ്ങൾ അസംതൃപ്തിയിലാകുന്നത്? 15th ഫിനാൻസ് കമ്മീഷനെ പോലെ തന്നെ 41%, അതായത് സെൻട്രൽ പൂളിന്റെ 41% വെർട്ടിക്കൽ ഡെവല്യൂഷൻ, അതായത് കേന്ദ്ര പൂളിൽ നിന്ന് സംസ്ഥാനങ്ങളിലേക്ക് കൊടുക്കുന്നതിനെയാണ്, താഴേക്ക് കൊടുക്കുന്നതിനെയാണ് വെർട്ടിക്കൽ ഡെവല്യൂഷൻ എന്ന് പറയുന്നത്. അത് 41% 15ാം ധനകാര്യ കമ്മീഷനിൽ. അത് 50% വർദ്ധിപ്പിക്കണം എന്ന് സംസ്ഥാനങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു, കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾ. പക്ഷെ അങ്ങനെ ചെയ്തില്ല, 41% തന്നെ നിർത്തുകയാണ്. അപ്പൊ നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കഥയുണ്ട്. അതായത് നമ്മുടെ പ്രധാനമന്ത്രി, ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിലെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് അന്ന് ഫിനാൻസ് കമ്മീഷൻ 31% വെർട്ടിക്കൽ ഡെവല്യൂഷൻ വഴി സംസ്ഥാനങ്ങൾക്ക് കൊടുത്തിരുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് 31% നിന്ന് 50% ഉയർത്തണമെന്ന് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി അന്ന് ഗുജറാത്തിൽ നിന്ന് ആവശ്യപ്പെടുകയുണ്ടായി. പക്ഷെ ആ സമയത്തൊന്നും അത് വർദ്ധിപ്പിച്ചില്ല. പക്ഷേ 15ാം ധനകാര്യ കമ്മീഷൻ വന്നപ്പോഴാണ്, 14ാം ധനകാര്യ കമ്മീഷൻ മുതലാണ് ഇത് വർദ്ധിപ്പിക്കുന്നതിനെ പറ്റി ഉണ്ടായത്. 14ാം ധനകാര്യ കമ്മീഷൻ അത് 42% റേസ് ചെയ്തു. അതിൽ നിന്ന് 41% നിജപ്പെടുത്തി 15ാം ധനകാര്യ കമ്മീഷൻ. അപ്പൊ 15ാം ധനകാര്യ കമ്മീഷൻ ഇങ്ങനെ 41% നിജപ്പെടുത്തുമ്പോൾ ഓർമ്മിക്കണം, ബഹുമാനപ്പെട്ട അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ഇരിക്കുകയാണ്. ആ സമയത്താണ് ഇത് 41% വർദ്ധിപ്പിക്കുന്നത്. 50% ആക്കണമെന്ന് അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ആവശ്യപ്പെട്ടതാണ് 15ാം ധനകാര്യ കമ്മീഷൻ 41% വർദ്ധിപ്പിക്കുന്നത്. ആ സമയത്ത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഫിനാൻസ് കമ്മീഷൻ ചെയർമാനെ കണ്ട് ഇത് 41% ആക്കേണ്ടതില്ല, അത് കഴിയുമെങ്കിൽ 37 അല്ലെങ്കിൽ 35 ഏതെങ്കിലും ഒരു ഇതായിട്ട് ഒരു ലെവലിൽ ഫിക്സ് ചെയ്യണം എന്ന് റിക്വസ്റ്റ് ചെയ്തു. പക്ഷേ അന്നത്തെ ഫിനാൻസ് കമ്മീഷന്റെ ചെയർമാൻ അതിന് 14ാം ധനകാര്യ കമ്മീഷനോടാണ് അത് ആവശ്യപ്പെടുന്നത്. അത് അദ്ദേഹം ധനകാര്യ കമ്മീഷൻ അത് അംഗീകരിച്ചില്ല. അംഗീകരിക്കാതെ വന്നതുകൊണ്ട് അത് 42%, അന്ന് 42% ഫിക്സ് ചെയ്തിരുന്നത്. പക്ഷേ 15ാം ധനകാര്യ കമ്മീഷൻ അത് 41% കുറച്ചു. അങ്ങനെ പോയ ആ അവസ്ഥയിലാണ് ഇപ്പോ സംസ്ഥാനങ്ങൾ 50% ആക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. പക്ഷേ ഫിനാൻസ് കമ്മീഷൻ എന്നെ അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റാണ്. പക്ഷെ അതിനകത്ത് തീർച്ചയായിട്ടും പ്രധാനമന്ത്രിയുടെ ഒക്കെ കരങ്ങളുണ്ട്. മാത്രവുമല്ല, നമുക്കറിയാം ഈ സുപ്രീം കോടതിയെ നിശ്ചയിക്കുന്ന ജഡ്ജിമാരെ നിശ്ചയിക്കുന്ന കൊളീജിയത്തിൽ പോലും സുപ്രീം കോടതിയുടെ പ്രസക്തി കുറച്ച് കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രസക്തി അംഗത്വം കൂട്ടുകയും ചെയ്തതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഇക്കാര്യത്തിലും അന്നത്തെ തന്റെ നിലപാട് മറന്ന് പ്രധാനമന്ത്രി 41 എന്നതിൽ ഉറച്ചു നിൽക്കുന്ന അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അങ്ങനെ 41% സെൻട്രൽ പൂളിൽ നിന്ന് സംസ്ഥാനങ്ങളിലേക്ക്, അതായത് വെർട്ടിക്കൽ ഡെവല്യൂഷൻ എന്നാണ് ഫിനാൻസ് കമ്മീഷന്റെ ടെർമിനോളജിയിൽ അതിനെ പറയുക. ഇനി എന്താണ് ഈ സെൻട്രൽ പൂൾ എന്ന് പറഞ്ഞാൽ? സെൻട്രൽ പൂൾ എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റ് പൂൾ ചെയ്യുന്ന റിസോഴ്സസ് ആണ്. ഏതൊക്കെ തരത്തിലാണ് സെൻട്രൽ ഗവൺമെന്റ് റിസോഴ്സസ് പൂൾ ചെയ്യുന്നത്? പ്രധാനമായിട്ടും ഡയറക്റ്റ് ടാക്സസ്, അതായത് പേഴ്സണൽ ഇൻകം ടാക്സ്, കോർപ്പറേറ്റ് ഇൻകം ടാക്സ്. ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട 2 മാർഗങ്ങളാണ്. ഇതുപോലെ പ്രധാനപ്പെട്ട മാർഗങ്ങളാണ് സെൻട്രൽ എക്സൈസ്, കസ്റ്റംസ്. ഈ 4 മാർഗങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട റിസോഴ്സ് പൂൾ മാർഗങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ. ഇതേ സെൻട്രൽ പൂളിലേക്ക് തന്നെയാണ് സെസ് വഴിയും സർചാർജ് വഴിയും കളക്ട് ചെയ്യുന്ന തുകയും എത്തുന്നത്. സെസും സർചാർജും കോൺസ്റ്റിറ്റ്യൂഷന്റെ 271 വകുപ്പ് അനുസരിച്ച് ടാക്സ് ഓൺ ടാക്സ് ആണ്. ടാക്സ് അപ്പോൺ
ടാക്സ് എന്ന് നമുക്ക് പറയാം. അതായത് നികുതിക്ക് മേലുള്ള നികുതി. സാധാരണ സെൻട്രൽ ഗവൺമെന്റ് അത്തരം നികുതികൾ, അതായത് കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് തന്നെ സെസ് ആയിട്ടും സർചാർജ് ആയിട്ടും പിരിച്ചെടുക്കുന്ന, കേന്ദ്ര ഗവൺമെന്റ് പിരിച്ചെടുക്കുന്ന തുക ഒരു ഫെഡറൽ സിസ്റ്റത്തിൽ സംസ്ഥാനങ്ങളുമായിട്ട് ഷെയർ ചെയ്യേണ്ടതില്ല. അപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് സാധാരണ രീതിയിൽ എന്ത് ചെയ്യും? അതായത് പ്രത്യേകിച്ച് മോദി ഗവൺമെന്റ് 2017-18 വരെയുള്ള കാലഘട്ടത്തിൽ സെസ് വഴിയും സർചാർജ് വഴിയും പിരിച്ചെടുത്തിരുന്ന തുക സെൻട്രൽ പൂളിന്റെ 18% മാത്രമായിരുന്നു. പക്ഷേ അതിനുശേഷം 2017-18 ശേഷം 24-25 വരെയുള്ള കാലം കൊണ്ട് പിരിച്ചെടുത്തത് 15,34,000 കോടിയാണ്. 15,34,000 കോടിയാണ് പിരിച്ചെടുത്തത്. അപ്പം അങ്ങനെ, അതായത് എന്തുകൊണ്ടാണ് അങ്ങനെ പിരിച്ചെടുത്തത്? അത് ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന കാരണം കൊണ്ട്. അപ്പോൾ ഈ 42% വെർട്ടിക്കലായിട്ട് താഴേക്ക് കൊടുക്കുന്നത് തന്നെ അസഹനീയമാണ് കേന്ദ്ര ഗവൺമെന്റിനെ സംബന്ധിച്ച് ഈ ഫെഡറൽ സംവിധാനത്തിൽ. അങ്ങനെ ഇരിക്കെയാണ് കോൺസ്റ്റിറ്റ്യൂഷന്റെ പഴുതുപയോഗിച്ച് ഈ സെസ്സും സർചാർജും വഴി 15,34,000 കോടി ഈ പോയ 10 വർഷം കൊണ്ടല്ല, 17-18 മുതൽ 25-26 വരെയുള്ള കാലഘട്ടം കൊണ്ട് പിരിച്ചെടുക്കുന്നത്. അങ്ങനെ പിരിച്ചെടുക്കുന്ന ഫണ്ടാണെങ്കിലോ അത് താഴേക്ക് ഡിവോൾവ് ചെയ്യേണ്ട, സംസ്ഥാനങ്ങൾക്ക് ഷെയർ ചെയ്യേണ്ട ആവശ്യവുമില്ല. ഇങ്ങനെ പിരിച്ചെടുക്കുന്ന ഒരു അവസ്ഥയിലാണ് സംസ്ഥാനങ്ങള്. അപ്പോൾ എങ്ങനെ ഇവര് സെസ്സും സർചാർജും വഴി കേന്ദ്ര ഗവൺമെന്റ് ഈ 15,34,000 കോടി പിരിച്ചെടുത്തു എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് എന്താണ്? കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ അങ്ങനെ പലതിന്റെയും മേൽ ചുമത്തുന്ന നികുതി കഴിഞ്ഞ് അതിൽ വീണ്ടും സെസ് ഈടാക്കുക, അതുപോലെ സർചാർജ് ഈടാക്കുക, ഇതൊക്കെ എങ്ങോട്ടാണ്, ആരുടെ തലയിലാണ് ചെല്ലുന്നത്? ഈ നികുതി ഭാരം മുഴുവനും ചെല്ലുന്നത് ജനങ്ങളുടെ തലയിലാണ്. ഈ ജനങ്ങൾ എന്ന് പറയുന്നത് എവിടെയുള്ളവരാണ്? ഏതെങ്കിലുമൊക്കെ സംസ്ഥാനങ്ങളിൽ, അതായത് എല്ലാ സംസ്ഥാനങ്ങളിലും കൂടി ഉള്ളവരാണ്. അപ്പോൾ അവരുടെ ചുമലിലാണ് ഈ നികുതി ഭാരം, കേന്ദ്രം ഇടുന്ന സെസ്സും സർചാർജും പോലുള്ള നികുതി ഭാരങ്ങളൊക്കെ വരുന്നത്. അതിനു മുകളിൽ വേണം സംസ്ഥാന ഗവൺമെന്റുകൾക്ക് ഈടാക്കാവുന്ന നികുതികൾ ഈടാക്കാൻ. അപ്പൊ അവിടെ ഒരു വലിയ പ്രതിരോധം വരുന്നു. അതായത് സംസ്ഥാനങ്ങൾ നികുതി ചുമത്തുമ്പോഴേക്കും അത് ജനങ്ങളുടെ അധിക ഭാരമായിട്ട് വരും. അങ്ങനെ അധിക ഭാരം വരാതിരിക്കാൻ വേണ്ടി സാധാരണ രീതിയിൽ സെസ്, സർചാർജ് ഇവയൊക്കെ വളരെ അടിയന്തര ഘട്ടങ്ങളിൽ മാത്രമേ ചുമത്താവൂ എന്നതാണ് ആ മോറൽ പ്രിൻസിപ്പിൾ പറയുന്നത് ഫിനാൻസ് കമ്മീഷന്റെ. പക്ഷെ സാധാരണ രീതിയിൽ കേന്ദ്ര ഗവൺമെന്റുകൾ അങ്ങനെ തന്നെയായിരുന്നു. UPA കാലത്തും എല്ലാം കൂടി ആകെ, അതായത് 2017-18 വരെ ഭരിച്ച എല്ലാ ഗവൺമെന്റുകളും കൂടി ചാർത്തിയ നികുതിയായിരുന്നു ഈ 18%. അതേ സമയത്ത് അതിന്റെ വർധനവ് 133% ഒക്കെ കടന്നു പോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത് 2025-26 ആയപ്പോഴേക്കും. അപ്പൊ അങ്ങനെ സെസ്സും സർചാർജും ഈടാക്കി സത്യത്തിൽ ആരെയാ പ്രതിരോധത്തിലാക്കുന്നത്? സംസ്ഥാനങ്ങളെയാണ് പ്രതിരോധത്തിലാക്കുന്നത്. അവർക്ക് നികുതി പിരിക്കാനുള്ള സാധ്യതകളെയാണ് തിരിച്ചടി ഏൽപ്പിക്കുന്നത്. അങ്ങനെ സെസ്സും സർചാർജും ചാർജ് ചെയ്യുന്ന അതേ ഗവൺമെന്റ് തന്നെയാണ്, കേന്ദ്ര ഗവൺമെന്റ് തന്നെയാണ് ഫെഡറൽ പ്രിൻസിപ്പിൾസിന് മങ്ങലേൽപ്പിച്ചുകൊണ്ട് ഈ തരത്തില് എന്താ പറയുക, സെസ്സും സർചാർജും ഈടാക്കുന്നത്. അങ്ങനെ 44% നിർത്തുമ്പോൾ നമുക്ക് അതായത് നമ്മുടെ 41% ഫിനാൻസ് കമ്മീഷന്റെ ഡയറക്റ്റ് ഡെവല്യൂഷൻ ഫിക്സ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം ഏതാനും ചില രാജ്യങ്ങളിൽ എങ്ങനെയൊക്കെയാണ് അവരുടെ വരവും അവരുടെ ചെലവും. ഫെഡറലിസം നിലനിൽക്കുന്ന രാജ്യങ്ങളിൽ ഇപ്പം ഇന്ത്യൻ ഫെഡറലിസത്തില് ആകെ വരുമാനത്തിന്റെ 39.1% മാത്രമാണ് സംസ്ഥാനങ്ങൾക്ക് ലഭ്യമാകുന്ന, അതായത് അവരുടെ കപ്പാസിറ്റി, ആ സംസ്ഥാനത്തിന്റെ ശക്തിയിൽ നിന്ന് കേന്ദ്രവും സംസ്ഥാനവുമായിട്ട് സമാഹരിക്കുന്ന ധനം, ആ ധനത്തിന്റെ 39.1% സംസ്ഥാനം കരങ്ങളിൽ കിട്ടുക, കൈകാര്യം ചെയ്യാൻ കിട്ടുക. അതേ സമയത്ത്
ചെലവുകൾ ഇപ്പൊ ഈ ഇന്ത്യയുടെ കാര്യമാണ്. ഈ ചെലവുകളിൽ 56.7% സംസ്ഥാനം തന്നെ നിർവഹിക്കണം. അതായത് വരുമാനത്തിന്റെ 39.1% കൊണ്ട് ചെലവിന്റെ 56.7% നിർവഹിക്കണം. അതുപോലെ തന്നെ നമുക്ക് പിന്നെ ഓസ്ട്രേലിയയുടെ കാര്യം എടുക്കുക. 49% ചെലവും വഹിക്കണം സംസ്ഥാനങ്ങൾ. പക്ഷേ 31.7% വരുമാനമാണ് അവർക്ക് ഉള്ളത്. ഇനി ജർമ്മനി എടുത്താലോ? ജർമ്മനി എടുക്കുകയാണെങ്കിൽ അവരുടെ ചെലവ് 38.8%. അതേ സമയത്ത് സംസ്ഥാനങ്ങൾക്കുള്ള വരുമാനം ആകെ വരുമാനത്തിന് 33.8%. ഇനി ചൈന എടുത്താലോ? ചൈനയുടെ ചെലവ് 81.5% സംസ്ഥാനങ്ങൾ വഹിക്കണം. പക്ഷെ അവർക്ക് കിട്ടുന്ന വരുമാനമോ 59.7%. അപ്പൊ ഈ ഗ്യാപ്പ് നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ അറിയാം, ഏറ്റവും കൂടുതൽ ഗ്യാപ്പ് ഉള്ളത് ചൈനയിലാണ്. ചൈനയിലെ ഗ്യാപ്പ് എന്ന് പറഞ്ഞാല് അത് 21.8% ചെലവ്, അതായത് വരുമാനത്തെക്കാൾ കൂടുതൽ ചെലവ് സംസ്ഥാനങ്ങളുടെ പെടലിക്ക് വരുന്നു ചൈനയില്. ഓസ്ട്രേലിയയിലാണെങ്കിൽ 17.3% ചെലവ് ജനങ്ങളുടെ സംസ്ഥാനങ്ങളുടെ പെടലിൽ കൂടുതലായിട്ട് വരുന്നു. ഇനി ഇന്ത്യയിലേക്ക് വന്നാലോ 16.8% ചെലവ് സംസ്ഥാനങ്ങളുടെ പെടലിയിലാണ് വരുന്നത്. അമേരിക്കയാണ് ആ കാര്യത്തിൽ എല്ലാ ഫെഡറൽ രാജ്യങ്ങളിലും ഏറ്റവും മര്യാദയുള്ളത് അമേരിക്കയിലാണ്. അവിടെ ആ ചെലവ് വളരെ നേരിയ തോതിൽ, അതായത് 44.4% ചെലവ് സംസ്ഥാനങ്ങളുടെ പെടലിയിലാണ് എങ്കിൽ 42.1% വരുമാനവും അവരുടെ കയ്യിൽ തന്നെയാണ്. അപ്പൊ ആ വിടവ് എന്ന് പറയുന്നത് 44.4, 42.1 തമ്മിലുള്ളത് മാത്രമാണ്. അപ്പൊ ഈ ഫെഡറൽ സംവിധാനം പല തരത്തിലാകാം, സംസ്ഥാനങ്ങളോട് കൂടുതൽ നീതി പുലർത്തുന്ന തരത്തിലാകാം എന്ന് നമ്മളെ പഠിപ്പിച്ചു തരുന്നു US ഫെഡറൽ സംവിധാനം. അതേ സമയത്ത് സംസ്ഥാനങ്ങളോട് നീതി പുലർത്താതെ മുന്നോട്ട് പോകാം എന്ന് നമ്മളെ പഠിപ്പിച്ചു തരുന്നതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ചൈനയാണ്. അവിടുത്തെ ഗ്യാപ്പ് എന്ന് പറയുന്നത് 21.8% റവന്യൂ ഗ്യാപ്പാണ് എക്സ്പെൻഡിച്ചറും റവന്യൂവും തമ്മിൽ നോക്കുമ്പോൾ ചൈനയിലുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള ഇന്ത്യയാണ് ആ ഗണത്തിൽ 3-ാം സ്ഥാനത്താണ് വരിക, 16.6% ഗ്യാപ്പോടുകൂടി. അപ്പൊ ഈ വെർട്ടിക്കൽ ഡെവല്യൂഷൻ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് തന്നെ സംസ്ഥാനങ്ങൾ സമ്മർദ്ദത്തിലാകുന്നു. അതായത് റവന്യൂ അവരുടെ കയ്യിലെത്തുന്നത് കുറവ്, ചെലവ് അവർ നിർവഹിക്കേണ്ടി വരുന്നത് കൂടുതൽ. ഈ സാഹചര്യത്തിലാണ് ഈ 41% എന്നത് സെൻട്രൽ പൂളിൽ നിന്ന് 50% വർദ്ധിപ്പിക്കണമെന്ന് സംസ്ഥാനങ്ങൾ ആവശ്യപ്പെടുന്നത്. പക്ഷെ അത് കേന്ദ്ര ഗവൺമെന്റ് കണക്കിലെടുക്കുന്നില്ല. ഇനി നമുക്ക് നോക്കാം, പിന്നെ വെർട്ടിക്കൽ ഡെവല്യൂഷൻ മാത്രമാണോ ഫിനാൻസ് കമ്മീഷൻ ഡെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ? അല്ല. വെർട്ടിക്കൽ ഡെവല്യൂഷൻ ആകെയുള്ള സെൻട്രൽ പൂളിൽ നിന്ന് എന്തുമാത്രം സംസ്ഥാനങ്ങളിലേക്ക് കൊടുക്കുന്നു, അതാണ് വെർട്ടിക്കൽ ഡെവല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി ഹൊറിസോണ്ടൽ ഡെവല്യൂഷൻ എന്നൊന്നുണ്ട്. അതെന്താണ് ഈ ഹൊറിസോണ്ടൽ ഡെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ? അത് സംസ്ഥാനങ്ങളിൽ ബിറ്റ്വീൻ ദ സ്റ്റേറ്റ്സ് എങ്ങനെയാണ് ഫിനാൻസ് കമ്മീഷൻ സംസ്ഥാനങ്ങളിൽ ഈ ഫണ്ട്, ഈ താഴേക്ക് കൊടുത്ത ആകെ ഫണ്ട്, ആ ഫണ്ടിനെ സംസ്ഥാനങ്ങളിലേക്ക് എങ്ങനെയാണ് എത്തിക്കുന്നത് എന്നതാണ് അതിൽ കരണീയമായിട്ടുള്ളത്. ഹൊറിസോണ്ടൽ ഡെവല്യൂഷനിലെ അന്തസത്ത അതാണ്. അപ്പൊ എങ്ങനെയാണ് ഈ ഹൊറിസോണ്ടൽ ഡെവല്യൂഷന് സാധാരണ രീതിയിൽ 6 പ്രധാനപ്പെട്ട നോംസ് ആണ് ഹൊറിസോണ്ടൽ ഡെവല്യൂഷനെ നിശ്ചയിക്കുന്നത്. അങ്ങനെ നിശ്ചയിക്കുന്ന നോംസിൽ ഒന്നാണ് പോപ്പുലേഷൻ. ആ പോപ്പുലേഷനിൽ വരുത്തിയ തിരിമറി കൊണ്ടാണ് 15-ാം ധനകാര്യ കമ്മീഷനിൽ കേരളത്തിന്റെ ഷെയർ 1.92% കുറഞ്ഞു പോയത്. എന്ത് തിരിമറിയാണ് പോപ്പുലേഷനിൽ നടത്തിയത്? അത് തിരിമറി എന്ന് നമുക്ക് പറയാൻ ഒക്കില്ല. അതായത് 1971 പോപ്പുലേഷൻ ആയിരുന്നു അതുവരെയുള്ള ഫിനാൻസ് കമ്മീഷൻസ് 14-ാം ഫിനാൻസ് കമ്മീഷൻ വരെ അംഗീകരിച്ചിരുന്നത്. മറിച്ച് 15-ാം ധനകാര്യ കമ്മീഷൻ ആയപ്പോൾ, അതായത് BJP ഗവൺമെന്റിന്റെ കാലത്ത് ആയപ്പോഴേക്ക് എന്ത് ചെയ്തു? ഈ 1971 പോപ്പുലേഷൻ എന്ന് പറയുന്നതിനെ 2011 പോപ്പുലേഷൻ ആയിട്ട് ബേസ് ആയിട്ട് എടുത്തു. അപ്പൊ എന്ത് സംഭവിച്ചു? വളരെ എളുപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് 1971 കേരളത്തിന്റെ പോപ്പുലേഷൻ ഇന്ത്യയുടെ പോപ്പുലേഷന്റെ 3.83% 2011 പോപ്പുലേഷനോ
കേരളത്തിന്റെ പോപ്പുലേഷൻ ഇന്ത്യൻ പോപ്പുലേഷന്റെ 2.6% കുറഞ്ഞു. പെട്ടെന്ന് തന്നെ നമ്മുടെ ഷെയർ താഴേക്ക് വന്നു. ഇപ്പൊ എന്തുകൊണ്ടാണ് പോപ്പുലേഷൻ കേരളത്തിന്റെ കുറഞ്ഞത്? പോപ്പുലേഷൻ പോളിസി, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പോപ്പുലേഷൻ പോളിസി എന്തായിരുന്നു? ആ പോപ്പുലേഷൻ പോളിസി റീപ്ലേസ്മെന്റ് റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ. റീപ്ലേസ്മെന്റ് റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ. എന്താണ് ഈ റീപ്ലേസ്മെന്റ് റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്? അതായത് പോപ്പുലേഷനെ സ്റ്റേബിൾ ആക്കി നിർത്തുക. വലിയ എടുത്തുചാട്ടവും പാടില്ല, ഡിക്ലൈനും പാടില്ല. നേരെ പോകുന്ന സ്റ്റേബിൾ റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷനിലേക്ക് കൊണ്ടുവരുന്ന ആ പ്രിൻസിപ്പിൾ. അതിനാണ് നമുക്കറിയാം 1970കളിലൊക്കെ കുടുംബാസൂത്രണം എന്ന പ്രക്രിയയൊക്കെ വളരെ സീരിയസ് ആയിട്ട് ഇന്ത്യയിൽ നടപ്പിലാക്കിയിരുന്നു. പക്ഷെ കേരളം മാത്രമല്ല, സൗത്ത് ഇന്ത്യ മുഴുവനും ബിക്കോസ് ഓഫ് ബെറ്റർ ലിറ്ററസി ഒക്കെ കാരണം കൊണ്ട് തനിയെ കുടുംബാസൂത്രണമൊക്കെ ഉണ്ട്. പോപ്പുലേഷൻ പോളിസി, അതായത് ജനങ്ങൾ തന്നെ, വിദ്യാസമ്പന്നരായ ജനങ്ങൾ ചെറിയ കുടുംബം മതി എന്ന് തീരുമാനിക്കുകയും അങ്ങനെ പോപ്പുലേഷൻ താഴേക്ക് വരികയും ചെയ്തു കേരളത്തിൽ. അതേസമയത്ത് മറ്റു തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ അവര് ഈ പോപ്പുലേഷൻ പോളിസിക്ക് അനുസരിച്ച് തന്നെ പോപ്പുലേഷൻ കുറച്ചു കൊണ്ടുവന്നു. അതേസമയത്ത് നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിൽ വളരെ അപൂർവം സ്റ്റേറ്റ്സ്, ഗോവ പോലെ ഒക്കെ ഉള്ളത് മാത്രം പോപ്പുലേഷൻ കുറച്ചു കൊണ്ടുവന്നു. ബാക്കിയുള്ളവരൊക്കെ പഴയ ആ പോപ്പുലേഷൻ രീതി അനുസരിച്ച് തന്നെ മുന്നോട്ട് പോയി. അങ്ങനെ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? 1971 യു പിയിലെ പോപ്പുലേഷൻ നമുക്ക് നോക്കാം. ഇന്ത്യയുടെ പോപ്പുലേഷന്റെ 15% യു പിയിലുണ്ടായിരുന്നു. പക്ഷേ 15% യു പിയിലുണ്ടായിരുന്നു വെച്ച് നമ്മൾ വണ്ടർ അടിക്കേണ്ട. യു പിയിൽ 80 പാർലമെന്റ് സീറ്റുകൾ ഉണ്ടെന്ന് ഓർക്കണം, കേരളത്തിൽ 20 ഉള്ളപ്പോൾ. അപ്പൊ എന്ന് വെച്ചാൽ കേരളത്തിന് 4 ഇരട്ടിയുള്ള ഒരു സംസ്ഥാനമാണ് യു പി. ആ യു പിയുടെ പോപ്പുലേഷൻ അന്ന് ഇന്ത്യയുടെ പോപ്പുലേഷന്റെ 15% കേരളത്തിന്റെ പോപ്പുലേഷൻ 3.83% ഇപ്പോൾ. ആ യു പിയുടെ പോപ്പുലേഷൻ തന്നെ 2011 സെൻസസ് ആയപ്പോഴേക്കും 17% ഉയർന്നു ഇന്ത്യയുടെ പോപ്പുലേഷന്റെ. അതായത് 1971 15% യു പിയുടെ പോപ്പുലേഷൻ 17% ഉയരുന്നു 2011 സെൻസസ് ആയപ്പോഴേക്കും. മറിച്ച് കേരളത്തിന്റെ എന്ത് സംഭവിച്ചു? 3.83% നിന്ന് എത്രയായിട്ട് കുറയുന്നു? 2.6% കുറയുന്നു. അപ്പൊ യു പിക്ക് കൂടുതൽ കിട്ടി, ആ മാനദണ്ഡം അനുസരിച്ച് കേരളത്തിന് കുറഞ്ഞുപോയി. അതാണ് സംഭവിച്ചത്. അപ്പൊ അവിടെ പോപ്പുലേഷൻ ഡെമോഗ്രാഫിക് പെർഫോമൻസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷനെ ഉണ്ടായിരുന്നില്ല ആ സമയത്ത് ഓർക്കണം. അങ്ങനെ ഇത്ര വലിയ വിടവ് വരുന്നു എന്ന് കണ്ടുകൊണ്ട് കേരളത്തിൽ നിന്നാണ് ഡോക്ടർ തോമസ് ഐസക്കിന്റെ നേതൃത്വത്തിലാണ് ഇനീഷ്യേറ്റീവ് എടുക്കുന്നത്. എല്ലാ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളെ ഇത്ര വലിയ നഷ്ടം സംഭവിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ കോൺക്ലേവ് കൂടി പ്രസിഡന്റിന് ഒരു മെമ്മോറാണ്ടം കൊടുക്കുന്നു. ഈ പോപ്പുലേഷന് കൊടുക്കുന്ന വെയിറ്റേജ് കുറയ്ക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ പോപ്പുലേഷന് 15% വെയിറ്റേജും ഡെമോഗ്രാഫിക് പെർഫോമൻസിന് 12% വെയിറ്റേജും എന്ന് ഒരു മാറ്റം വരുത്തി. അല്ലായിരുന്നെങ്കിൽ 15ാം ധനകാര്യ കമ്മീഷൻ അനുസരിച്ച് നമ്മളിപ്പോ പറയുന്ന ഈ 1.92 പോലും കേരളത്തിൽ ഉണ്ടാകുമായിരുന്നില്ല, അതിനേക്കാളും താഴേക്ക് പോകുമായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു മാറ്റം വരുത്തിയത് കൊണ്ടാണ് 15ാം ധനകാര്യ കമ്മീഷൻ 1.92% വന്നത്. അപ്പൊ ഈ പ്രാവശ്യം പിന്നെയും ഉണ്ട് അതിനകത്ത് ഭയങ്കര എന്താ പറയുക, നമുക്ക് ആർക്ക് കേട്ടാലും വളരെ അൺസയന്റിഫിക് എന്ന് തോന്നുന്ന തരത്തിലുള്ള നോംസ് വേറെയും ഉണ്ട്. അപ്പൊ ആ നോംസിലേക്ക് ഞാൻ വരാം. അപ്പൊ ഈ പ്രാവശ്യം ഈ നോമിൽ പക്ഷെ വീണ്ടും മാറ്റം വരുത്തി. എന്താണ് മാറ്റം വരുത്തിയത്? ഇന്ത്യയുടെ ഈ വലിയ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ്, അതായത് ഇന്ത്യ ഇപ്പോൾ ലോകത്തിലെ 1ാമത്തെ പോപ്പുലേഷനാണ്. അങ്ങനെ 1ാമത്തെ പോപ്പുലേഷൻ ആയിരിക്കുന്ന ഇന്ത്യയിൽ ഈ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് ഒക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പോപ്പുലേഷൻ താഴേക്ക് പോകാൻ പാടില്ല, പോപ്പുലേഷൻ ഗ്രോത്ത് മെയിൻറ്റെയിൻ ചെയ്യണം എന്ന കാരണം കൊണ്ട് തെക്കേ ഇന്ത്യയിലൊക്കെ പോപ്പുലേഷൻ താഴേക്ക് പോവുകയാണ്. അപ്പൊ ഈ വടക്കേ ഇന്ത്യയുടെ പോപ്പുലേഷൻ ഗ്രോത്ത് എന്താ പറയുക, എൻകറേജ് ചെയ്യാണ് വേണ്ടത് എന്ന ഒരു സെൻസ് എടുത്തിട്ട് ഈ പ്രാവശ്യം പോപ്പുലേഷന്റെ വെയിറ്റേജ് കഴിഞ്ഞ പ്രാവശ്യത്തേതിൽ നിന്ന് കുറച്ചുകൂടി വർദ്ധിപ്പിച്ചു. അതായത് കഴിഞ്ഞ പ്രാവശ്യം ഡെമോഗ്രാഫിക് പെർഫോമൻസിന് 12.5 മാർക്ക് കൊടുത്തപ്പോൾ പോപ്പുലേഷന് 15 കൊടുത്തുള്ളൂ, പോപ്പുലേഷൻ കുറച്ചിരുന്നു.
ആ കുറച്ച സ്ഥാനത്ത് ഇപ്രാവശ്യം കുറച്ചുകൂടി കൂട്ടി ഡെമോഗ്രാഫിക് പെർഫോമൻസിനുള്ളത് കുറച്ച് കുറയ്ക്കുകയും ചെയ്തു. അങ്ങനെ വന്നതുകൊണ്ട് ആ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളും ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണോ പോപ്പുലേഷൻ ഗ്രോത്ത് നന്നായി പോകുന്നത് ആ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ കിട്ടുന്നു, തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ഒക്കെ കുറഞ്ഞും പോകുന്നു. അപ്പൊ അങ്ങനെ ഈ പോപ്പുലേഷന്റെ അത് കഴിഞ്ഞിട്ട് പിന്നെ എടുത്തിട്ടുണ്ട് രണ്ടാമത്തെ ഒന്ന്. മൂന്നാമത്തെ ഒരു നോ, അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഒന്ന് പോപ്പുലേഷൻ, പിന്നെ ഡെമോഗ്രാഫിക് പെർഫോമൻസ്, ഇതിൽ രണ്ടിലും കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ മാറ്റം വരുത്തി. മൂന്നാമതൊരെണ്ണം ടാക്സ് എഫേർട്ടാണ്. ടാക്സ് എഫേർട്ടിന് കഴിഞ്ഞ ഫിനാൻസ് കമ്മീഷനിൽ, അതായത് 15ാം ഫിനാൻസ് കമ്മീഷനിൽ 2.5 മാർക്കായിരുന്നു ടാക്സ് എഫേർട്ട്, അതായത് ഫിസിക്കൽ എഫേർട്ട് എന്ന് നമുക്ക് പറയാം, ഫിസിക്കൽ എഫേർട്ടിന് നൽകിയിരുന്നത്. പക്ഷെ അത് ഇപ്രാവശ്യം 10% വർദ്ധിപ്പിച്ചു. പക്ഷെ നമുക്ക് കിട്ടിയിട്ടുണ്ടാകും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിന്റെ ഒരു ഇൻക്രീസ്ഡ് വിഹിതം എന്തുകൊണ്ട് നമുക്ക് കിട്ടാൻ സാധ്യതയില്ല? കാരണം ഈ ഫിസിക്കൽ എഫേർട്ട് എന്ന് പറയുമ്പോൾ ടാക്സ് മൊബിലൈസേഷൻ ഒക്കെ എത്ര കണ്ട് വർദ്ധിക്കുന്നുണ്ട്, ആകെപ്പാടെ ഫിസിക്കൽ പെർഫോമൻസ് എങ്ങനെ, ഇതൊക്കെ നോക്കിയിട്ടാണ്. അപ്പൊ കേരളത്തില് ടാക്സ് എഫേർട്ട്, ഫിസിക്കൽ പെർഫോമൻസ് എന്നൊക്കെ പറയുന്നത് അത്ര ഒരു നല്ല രീതിയിൽ പോകുന്നു എന്ന് നമുക്ക് പറയാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് അതിന് എത്ര കിട്ടി എന്ന് നമുക്ക് പറഞ്ഞുകൂടാ എന്ന് ഞാൻ പറഞ്ഞത്. അപ്പൊ അതായത് ഈ ടാക്സ് എഫേർട്ടിന് 10 മാർക്ക് ഈ പ്രാവശ്യം ആദ്യമാണ് കൊടുക്കുന്നത്. പക്ഷെ നമ്മുടെ പൂവർ പെർഫോമൻസ് അല്ല, നല്ല പെർഫോമൻസ് നമുക്ക് കൊണ്ടുവരാമായിരുന്നു. വലിയ തരത്തില് ടാക്സ് ഇവേഷൻ നടക്കുന്ന സംസ്ഥാനമാണ് കേരളം. എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതുകൊണ്ടാണ് ഡോക്ടർ ഐസക് ഒക്കെ ഈ ഡെസ്റ്റിനേഷൻ ടാക്സ്, അതായത് എൻഡ് കൺസ്യൂമറിൽ നിന്നാണ് GSTയിലെ ടാക്സ് ഈടാക്കുന്നത്. അങ്ങനെ വരുമ്പോൾ കേരളം ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ്. നമുക്ക് അതുകൊണ്ട് വലിയ നേട്ടമുണ്ടാകുമെന്നാണ് ഡോക്ടർ ഐസക് മാത്രമല്ല ആ GSTയെ പറ്റി യഥാർത്ഥത്തിൽ അറിയാവുന്നവരൊക്കെ അങ്ങനെയാണ് ധരിച്ചു വെച്ചിരുന്നത്. പക്ഷെ കേരളത്തിന് വലിയ തിരിച്ചടിയാണ് GSTയിൽ സംഭവിച്ചത്. എന്തുകൊണ്ട് അങ്ങനെ തിരിച്ചടി ഉണ്ടായി? ഒരുപാട് ടാക്സ് ഇവേഷൻ ഇവിടെ നടക്കുന്നത് കൊണ്ടാണ് അങ്ങനെ തിരിച്ചടി ഉണ്ടായത്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രം ഞാൻ ഓർമ്മപ്പെടുത്താം. തോറ ദെൽ ഓറെ, അതായത് സ്വർണത്തിനെതിരെ നടത്തിയ ഒരു വേട്ട. എന്നായിരുന്നു ആ വേട്ട? കഴിഞ്ഞ വർഷം 2025 ആരംഭത്തിലായിരുന്നു ആ വേട്ട. 25 ആരംഭത്തിലോ 24 അവസാനമോ ആയിരുന്നു ആ വേട്ട. എങ്ങനെയായിരുന്നു ആ വേട്ട? ഒറ്റ രാത്രി, അതായത് എന്താ പറയുക, നമ്മൾ എക്സ്കർഷൻ പോകുന്നു എന്നാണ് അന്ന് കമേഴ്ഷ്യൽ ഇന്റലിജൻസ് മേധാവി തന്റെ സഹപ്രവർത്തകർ, ഏറ്റവും തൊട്ടടുത്തുള്ള ഉദ്യോഗസ്ഥരോട് മാത്രം സത്യം പറഞ്ഞിട്ട് ബാക്കിയുള്ളവരോടൊക്കെ നമ്മളൊരു എക്സ്കർഷൻ പോകുന്നു എന്നോ മറ്റോ പറഞ്ഞിട്ടാണ് തൃശ്ശൂരിലേക്ക് പല വണ്ടികളിലായി 700ഓളം ഉദ്യോഗസ്ഥർ പോയത്. ഒറ്റ രാത്രി കൊണ്ട് ഒറ്റ ഷോപ്പിൽ നിന്ന് ഒരു രേഖയും ഇല്ലാത്ത 104 കിലോ സ്വർണമാണ് പിടിച്ചെടുത്തത്. അങ്ങനത്തെ സ്വർണവേട്ട നടത്തിയ കേരളത്തിന്റെ ധനപ്രതിസന്ധിയൊക്കെ എവിടെ പോയെന്ന് അറിഞ്ഞാൽ മതി. അത്ര നല്ല രീതിയിൽ നമുക്ക് റിസോഴ്സസ് മൊബിലൈസ് ചെയ്യാൻ പറ്റും. പക്ഷേ അതിന് പിന്നെ എന്തുകൊണ്ടാണ് തോറ ദെൽ ഓറെ നടത്തിയതിനു ശേഷം പിന്നെ അതുപോലുള്ള ഒരു പിന്നെ വേട്ടയും നമ്മൾ കണ്ടില്ല ഇവിടെ. അപ്പൊ അങ്ങനെ ഈ ഉള്ള പരിശ്രമം, അതായത് റിസോഴ്സ് മൊബിലൈസേഷൻ, ടാക്സ് എഫേർട്ട് ശക്തമായിട്ട് നടത്തുന്നില്ല. അതുകൊണ്ടാണ്. അതുപോലെ വേറൊരു ഉദാഹരണം ഞാൻ പറയാം. നമ്മുടെ ദിവംഗതനായ ഗാഡ്ഗിൽ തന്നെ 2012 അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു 1700 ഇല്ലീഗൽ ക്വാറീസ് കേരളത്തിൽ പ്രവർത്തിക്കുന്നു, അതിലേറെയുണ്ട്, അത്രയുമേ ഞങ്ങൾ കണ്ടെത്തിയിട്ടുള്ളൂ എന്ന്. അതേസമയത്ത് ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് തൃശ്ശൂർ അവര് പറയുന്നു ഇന്ത്യയിൽ 5000-ലധികം 5400 എത്രയോ ആണ് ഇല്ലീഗൽ ക്വാറികൾ പ്രവർത്തിക്കുന്നു എന്ന്. ആകെ 600 ചില്ലുവാനും ക്വാറികൾ മാത്രമാണ് രജിസ്ട്രേഷനോട് കൂടി പ്രവർത്തിക്കുന്നത്. അപ്പൊ ഈ ക്വാറികളൊക്കെ വെട്ടിയിറക്കുന്ന കല്ലിന് വേണ്ടിയിട്ട് ഗവൺമെന്റിലേക്ക് കിട്ടേണ്ട റോയൽറ്റി, സംസ്ഥാന മണല്, കല്ല്, ഇതൊക്കെ എടുക്കുമ്പോൾ സംസ്ഥാന ഗവൺമെന്റിലേക്കാണ് റോയൽറ്റി വരേണ്ടത്. അതേ സമയത്ത് ഇപ്പോ ചവറയിലുള്ള റെയർ എർത്ത് അതാണ് കുഴിച്ചെടുക്കുന്നതെങ്കിൽ അതിന്റെ റോയൽറ്റി പോകേണ്ടത് കേന്ദ്ര ഗവൺമെന്റിലേക്കാണ്. അപ്പൊ അങ്ങനെയുള്ള ഈ കേരളത്തിന്റെ തന്നെ കല്ലും മണ്ണും ഒക്കെ എടുത്തെടുത്ത് നമുക്കറിയാം
കേരളത്തെ അറബിക്കടലിലേക്ക് വീണ്ടും താഴ്ത്തി വിടത്തക്ക രീതിയിലുള്ള ഖനനം ഇവിടെ നടക്കുന്നു. പക്ഷേ ഖജനാവിൽ വരുന്നത് വെറും നക്കാപ്പീച്ച. അപ്പൊ അങ്ങനെയുള്ള ടാക്സ് എഫേർട്ട് കൊണ്ടാണ് നമ്മുടെ റിസോഴ്സ് മൊബിലൈസേഷൻ ശരിയാകാത്തതും നമ്മുടെ സംസ്ഥാനം ഇങ്ങനെ ധനപ്രതിസന്ധിയിലേക്ക് മുങ്ങാങ്കുഴിയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതും. അപ്പൊ എന്താണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഫിനാൻസ് കമ്മീഷൻ 10% മാർക്ക്, 10% വെയിറ്റേജ് ടാക്സ് എഫേർട്ടിന് കൊടുത്തപ്പോൾ അത്രയും കേരളത്തിന് കിട്ടിക്കാണില്ല എന്ന്. ഈ കടകളിൽ തന്നെ നമുക്കറിയാം ഇഷ്ടംപോലെ സ്വർണ്ണ വ്യാപനം നടക്കുന്നു എന്ന് പറഞ്ഞാൽ വേൾഡ് ഗോൾഡ് കൗൺസിൽ പറഞ്ഞിരിക്കുന്ന ഇന്ത്യയിൽ വിൽക്കപ്പെടുന്ന സ്വർണത്തിന്റെ 20% കേരളത്തിലാണ് വിൽക്കപ്പെടുന്നത് എന്നാണ്. അപ്പോ 3% മാത്രമാണ് ഈ ഗോൾഡ് ആഭരണങ്ങളൊക്കെ വിൽക്കുമ്പോൾ GST ഈടാക്കുന്നത്. ഓർമ്മിക്കണം, നിത്യോപയോഗ സാധനങ്ങൾക്ക് 5% GST ഉള്ളപ്പോഴാണ് സ്വർണ്ണ വജ്ര ആഭരണങ്ങൾക്ക് 3% GST. അത് കടുത്ത അനീതിയാണ് ഒരു കണക്ക് പറഞ്ഞാൽ. പക്ഷെ ആ അനീതിയിൽ ഒരു നീതിയുണ്ട്. അതേത് നീതിയാണ്? കോടിക്കണക്കിന് പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു മേഖലയാണ് സ്വർണ്ണ വജ്ര വ്യാപാര മേഖല. അത് തന്നെയല്ല, അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിലേക്ക് നമുക്ക് വലിയ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ കഴിഞ്ഞത് ഇത് ഒരു പാലമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് യൂറപ്പിലേക്കും ഒക്കെ ഈ സ്വർണ്ണ വജ്ര ആഭരണങ്ങൾ. അപ്പൊ അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് അതിനെ 3% GSTയിലാക്കി നിജപ്പെടുത്തിയിരിക്കുന്നത്. അതിന് നമുക്ക് കുറ്റം പറയേണ്ട, അത് തൊഴിൽ കൊടുക്കുന്നു, പാവപ്പെട്ടവരെ സംരക്ഷിക്കുന്നു എന്ന കാരണം കൊണ്ട് തന്നെ. പക്ഷേ ഈ 3% നികുതി എന്തുകൊണ്ട് കൃത്യമായിട്ട് പിരിച്ചെടുക്കാൻ പറ്റുന്നില്ല? അവിടെ നമ്മൾ നമ്മുടെ ഗവൺമെന്റിനെ, ഏത് ഗവൺമെന്റാണ് അതിൽ ഫെയിൽ ആകുന്നതോ ആ ഗവൺമെന്റിനെ കുറ്റം പറയുക തന്നെ വേണം. ഇപ്പൊ വേൾഡ് ഗോൾഡ് കൗൺസിലിന്റെ കണക്കനുസരിച്ചാണെങ്കിൽ നമ്മുടെ ഖജനാവിലേക്ക് ഒരു 40,000 കോടി രൂപയെങ്കിലും മിനിമം വരേണ്ടതാണ് കേരളത്തിൽ വിൽക്കപ്പെടുന്ന സ്വർണത്തിന്റെ നികുതിയായിട്ട്. പക്ഷെ 1000 കോടിയിൽ താഴെയാണ് അവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്ന റവന്യൂ എന്നുള്ളതാണ് വസ്തുത. അപ്പോ അങ്ങനെ നികുതി സമാഹരണം പാളിയ ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയാതെ തരമില്ല. അതുകൊണ്ടാണ് GST വന്നിട്ട് നമ്മൾ കൂടുതൽ ധനപ്രതിസന്ധി എന്നേക്കുമായി ഗുഡ് ബൈ പറഞ്ഞു പോകുമെന്ന് വിചാരിച്ച സ്ഥാനത്താണ് കൂടുതൽ ധനപ്രതിസന്ധിയിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ വെയിറ്റേജ്, അതായത് ഫിസിക്കൽ എഫേർട്ടിന് കൊടുത്തിരിക്കുന്ന വെയിറ്റേജ് കേരളത്തിന് പ്രയോജനപ്പെട്ടോ എന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ പ്രയോജനപ്പെട്ട സംസ്ഥാനങ്ങളെ ഉണ്ട്. ഇനി ഈ ഫിനാൻസ് ഡെവല്യൂഷന്റെ, അതായത് ഹൊറിസോണ്ടൽ ഡെവല്യൂഷൻ, അതായത് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള പങ്കിടൽ, ആ പങ്കിടലിലെ ഏറ്റവും അപകടകരമായ ഒരു ക്ലോസ് ഉണ്ട്, ഒരു നോം ഉണ്ട്. അതെന്താണ് ആ നോം? ഇൻകം ഡിസ്റ്റൻസ് അഥവാ പെർ ക്യാപിറ്റ ഇൻകം. ഏറ്റവും താഴ്ന്ന പെർ ക്യാപിറ്റ ഇൻകം ഉള്ള സംസ്ഥാനത്തിന് 45% വെയിറ്റേജ്, ഏറ്റവും ഉയർന്ന പെർ ക്യാപിറ്റ ഇൻകം ഉള്ള സംസ്ഥാനത്തിന് ഏറ്റവും കുറഞ്ഞ വെയിറ്റേജ്. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു സംസ്ഥാനം ഏറ്റവും പെർ ക്യാപിറ്റ ഇൻകം അഥവാ ഏറ്റവും കൂടുതൽ ഇൻകം ഉള്ള സംസ്ഥാനമായി മാറുന്നത് വളരെ കൃത്യമായ ചുവടുവയ്പ്പുകളോടെ ഭരണനിർവഹണം നടത്തുകയും അതുപോലെ തന്നെ നികുതിയേതര വരുമാനങ്ങൾ സമാഹരിക്കുകയും ചെലവുകൾ ചുരുക്കിക്കൊണ്ട് വളർച്ചയുടെ പാതയിലൂടെ കഠിന പ്രയത്നം ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോഴാണ് ഒരു സംസ്ഥാനം വലിയ GSDP, അവരുടെ ആഭ്യന്തര മൊത്ത വരുമാനത്തിൽ വളരെ നല്ല വളർച്ച ഉണ്ടാവുകയും അത് കൊണ്ട് തന്നെ GSDP വളരുന്നു, അത് അനുസരിച്ച് പെർ ക്യാപിറ്റ ഇൻകത്തിലും വളർച്ച ഉണ്ടാകുന്നു. അങ്ങനെ നേടിയെടുത്ത നേട്ടം, ആ നേട്ടം ഏറ്റവും നേടിയവർക്ക് ഏറ്റവും കുറഞ്ഞ വെയിറ്റേജ്, ആ നേട്ടം ഒട്ടും നേടാത്തവർക്ക്, അത് അഴിമതിയിൽപ്പെട്ട ഭരണമോ കെടുകാര്യസ്ഥ ഭരണമോ ഒക്കെ ആയിരിക്കാം. കാരണം ഏറ്റവും താഴ്ന്ന GSDP ഉള്ള സംസ്ഥാനം എന്ന് പറയുന്ന അവരെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ടതല്ല, അവർക്ക് പണിഷ്മെന്റ് തന്നെ കൊടുക്കേണ്ടതാണ്. 1947 മുതൽ ഈ 2026-27 വരെയുള്ള കാലഘട്ടം അവർക്കും കിട്ടിയതാണ്. ആ കാലഘട്ടത്തെ പ്രയോജനപ്പെടുത്താതെ ഇപ്പോഴും അതിദരിദ്രമായി ഒരു സംസ്ഥാനം തുടരുന്നുവെങ്കിൽ അത് ആ സംസ്ഥാനത്തിന്റെ കുഴപ്പമാണ്, അതിനെ ഭരിച്ച നേതാക്കന്മാരുടെ കുഴപ്പമാണ്. അതിനുവേണ്ടി അവർക്ക് ഏറ്റവും വലിയ എമൗണ്ട് കൊടുക്കുക ഫിനാൻസ് കമ്മീഷന്റെ, എന്നിട്ട് നന്നായി ഭരിച്ച് നല്ലവണ്ണം വികസിച്ച സംസ്ഥാനങ്ങൾക്ക് ഏറ്റവും കുറവ് കൊടുക്കുക. അപ്പൊ അങ്ങനെ സംഭവിച്ചു. നമ്മൾ
6ാമത്തെ ഹയസ്റ്റ് പെർ ക്യാപിറ്റ ഇൻകം ഉള്ള സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളിൽ 6ാമത്തെ ഏറ്റവും ഉയർന്ന പെർ ക്യാപിറ്റ ഇൻകം ഉള്ള സംസ്ഥാനമാണ് കേരളം. അപ്പോൾ ആ വഴിയിലും കേരളത്തിന് ധനനഷ്ടം വന്നു. അതേസമയത്ത് മഹാരാഷ്ട്രയ്ക്കായിരിക്കും ഏറ്റവും കൂടുതൽ നഷ്ടം. കാരണം മഹാരാഷ്ട്ര, അത് കഴിഞ്ഞാല് തമിഴ്നാട്, ഇങ്ങനെ പോകുന്നു. ഈ പെർ ക്യാപിറ്റ ഇൻകം ഉയർന്ന എല്ലാ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളും അതായത് ആദ്യത്തെ 6 അല്ലെങ്കിൽ 7 പെർ ക്യാപിറ്റ ഇൻകത്തിന്റെ ശ്രേണിയിലാണ് എല്ലാ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളും വരുന്നത്. അപ്പം അതുകൊണ്ട് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളൊക്കെ തന്നെ വികസിതമാണ്. ആ കാരണം കൊണ്ട് തന്നെ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കൊക്കെ അടി കിട്ടുക ഈ ഫിനാൻസ് കമ്മീഷന്റെ ഡെവല്യൂഷൻ പ്രിൻസിപ്പിൾ ഇങ്ങനെ ട്വിസ്റ്റഡ് ആയതുകൊണ്ട്. അതേസമയത്ത് ഇക്വിറ്റിക്ക് വേണ്ടി വാദിക്കുന്നവർ പറയും, അയ്യോ അത് പാവപ്പെട്ട സംസ്ഥാനങ്ങൾക്കല്ലേ കൂടുതൽ കൊടുക്കേണ്ടത്. കേട്ടാൽ ശരിയെന്ന് നമുക്കും തോന്നും, ഇക്വിറ്റി എന്ന് പറയുമ്പോൾ. പക്ഷെ ഇക്വിറ്റിക്ക് ചില നോംസ് ഉണ്ട്. എങ്ങനെയാണ് വളർച്ച നേടി ആ വളർച്ചയെ എല്ലാവർക്കുമായിട്ട് പങ്കിടാൻ പറ്റുക, എല്ലാവരുടെയും ജീവിത നിലവാരം ഉയർത്തുക, അവിടെയാണ് ഇക്വിറ്റി വരേണ്ടത്. അതല്ലാതെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്ന ഭരണകൂടങ്ങൾ, വളർച്ചയ്ക്ക് വേണ്ടി നിലകൊള്ളാത്ത ഭരണകൂടങ്ങൾ, അവരുടെ പാളിച്ചയ്ക്ക് വേണ്ടി അവരുടെ ജനങ്ങൾ പാവപ്പെട്ടവരായി പോകുന്നത് അവരുടെ കുറ്റം കൊണ്ടല്ല, അത്തരം ഭരണകൂടങ്ങളുടെ കുറ്റം കൊണ്ടാണ്. അത്തരം ഭരണകൂടങ്ങളെയാണ് ശിക്ഷിക്കേണ്ടത്. എന്തായാലും അതിൽ അനീതി ഉണ്ട് എന്ന് നമുക്ക് തീർത്തു പറയാൻ വയ്യ. ഇപ്പൊ ഉദാഹരണത്തിന് അതിലെ അവസാനത്തെ നോം എന്ന് പറയുന്നത് അതർ പ്രോബ്ലംസ് ആണ്. ഈ അതർ പ്രോബ്ലംസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് കേരളത്തിന് ഒരു പ്രധാനപ്പെട്ട അതർ പ്രോബ്ലം ഉണ്ട്. എന്താണ് ആ അതർ പ്രോബ്ലം? 60+ പോപ്പുലേഷൻ. ഓൾ ഇന്ത്യ ലെവലില് 60+ പോപ്പുലേഷൻ വെറും 7% നിൽക്കെ കേരളത്തിൽ അത് 18-20%. 18-20 എന്ന് ഞാൻ പറയുന്നത് 21 സെൻസസ് നടക്കാത്തത് കൊണ്ടാണ്. ഇനിയിപ്പോ അടുത്ത സെൻസസ് നടക്കുമ്പോഴത്തേക്കും അത് 2011 സെൻസസിൽ 17%. 21 സെൻസസ് നടന്നില്ല. ഇനിയിപ്പോ 31 സെൻസസ് വരുമ്പോഴേക്ക് അത് 20% അതിന് മുകളിലോ ആകാം. അപ്പൊ അത്രയും ഏജ്ഡ് 60+ പോപ്പുലേഷൻ ഉള്ള കേരളത്തിന് അതിന്റെ പേരിൽ തന്നെ കൂടുതൽ ഫണ്ട് കിട്ടേണ്ടതാണ്. അത് നമ്മുടെ ഗവൺമെന്റ് ആ തരത്തില് ഇത് കൊടുത്തിട്ടുണ്ടോ, കൊടുത്തിരിക്കുന്ന പ്രപ്പോസൽസ് എന്തൊക്കെയാണ് എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കുക. എന്തായാലും ഇതൊക്കെ വെച്ചിട്ടാണെങ്കിലും നമുക്ക് എന്ത് കിട്ടി എന്ന് നമുക്കൊന്ന് നോക്കാം. കേന്ദ്ര ഗവൺമെന്റ് ഈ ഡിവിസിബിൾ പൂളിനെ തന്നെ ഒന്ന് ക്രഷ് ചെയ്യാൻ വേണ്ടി, ചുരുക്കാൻ വേണ്ടി സെസ്സും സർചാർജും ഒക്കെ ഇഷ്ടം പോലെ കളക്ട് ചെയ്തു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ കിട്ടിയതിൽ നിന്നാണ് ഇതുപോലെ ഒരു വെർട്ടിക്കൽ ഡെവല്യൂഷനും അതേ തുടർന്ന് ഹൊറിസോണ്ടൽ ഡെവല്യൂഷനും നടത്തിയത്. 2025-26 ബജറ്റില് സംസ്ഥാനങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ബജറ്റിൽ നമ്മുടെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ വക കൊള്ളിച്ചിരുന്ന എമൗണ്ടിനേക്കാൾ, അതായത് അന്ന് വക കൊള്ളിച്ചിരുന്നത് 23,36,144 കോടിയായിരുന്നു. അതായത് സംസ്ഥാനങ്ങളിലേക്ക് ഫിനാൻസ് കമ്മീഷൻ വഴിയും ഒക്കെ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഉൾക്കൊള്ളിച്ചിരുന്ന ഫണ്ട് 23,36,144 കോടിയായിരുന്നു. അത് ഇത്തവണത്തെ ബജറ്റ്, ഈ 1-ാം തീയതി അവതരിപ്പിച്ച ബജറ്റില് 26,20,769 കോടിയാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതായത് 12.2% ഇൻക്രീസ്, 12.2% വർധനവ് വന്നിട്ടുണ്ട്. പക്ഷേ ഇതിൽ 1.2 ലക്ഷം കോടി അഥവാ ഏകദേശം 42% സംസ്ഥാനങ്ങളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന മെത്തേഡ് സെൻട്രലി സ്പോൺസേർഡ് സ്കീംസ് ആണ്. അപ്പോൾ ഇതിനകത്ത് 2 തരം പ്രശ്നങ്ങളുണ്ട്. ഈ സെൻട്രലി സ്പോൺസേർഡ്, അതായത് 12%-ലധികം എമൗണ്ട്, 12.2% എമൗണ്ട് സംസ്ഥാനങ്ങൾക്ക് കൈമാറുന്നത് സെൻട്രലി സ്പോൺസേർഡ് സ്കീംസ് വഴിയായിട്ടായിരിക്കും എന്ന് പറയുമ്പോൾ അതിനകത്ത് 2 പ്രശ്നങ്ങളുണ്ട്. എന്തൊക്കെയാണ്? അപ്പൊ ഞാൻ ഈ പറയുന്ന സെൻട്രലി സ്പോൺസേർഡ് സ്കീംസ് ഈ ഫെഡറലിസത്തിൽ ഫിനാൻസ് കമ്മീഷൻ ഡെവല്യൂഷനുമായിട്ട് ഒക്കെ ബന്ധപ്പെട്ട് വരുന്നതാണ്. അതായത് നമുക്ക് ഇന്ത്യയിൽ ആകെ 68 സെൻട്രലി സ്പോൺസേർഡ് സ്കീംസ് ആയിരുന്നു UPA ഭരണകാലത്ത് ഉണ്ടായിരുന്നത്. ആ 68 സ്കീംസ് ആണ് പിൽക്കാലത്ത് അതായത് BJP ഗവൺമെന്റ് വന്നതിന് ശേഷം 2014 ശേഷം 28 സ്കീംസ് ആയിട്ട് റെഡ്യൂസ് ചെയ്തു. അംബ്രല്ല സ്കീംസ് ആയിട്ട് റെഡ്യൂസ് ചെയ്തു എന്ന് മാത്രവുമല്ല, ഓരോ സ്കീമിന്റെയും സെൻട്രൽ ഗവൺമെന്റ് ഷെയർ വെട്ടിക്കുറച്ച്
സംസ്ഥാന ഗവൺമെന്റ് ഷെയർ വർദ്ധിപ്പിച്ചു. എന്ന് വെച്ചാല് സംസ്ഥാനങ്ങളിൽ നിന്ന് ഒരു തരത്തിലുള്ള ഫണ്ട് ഡിസ്റ്റോർഷൻ അതാണ് സംഭവിച്ചിരിക്കുന്നത്. സെൻട്രൽ പൂളിൽ നിന്ന് അവർക്ക് കിട്ടേണ്ട ഫണ്ട് വെട്ടിക്കുറയ്ക്കുമ്പോൾ അവരെ വീണ്ടും പ്രതിരോധത്തിലാക്കുക. അതാണ് സെൻട്രൽ ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ പ്രശ്നങ്ങൾ നിലവിലിരിക്കെയാണ് ഈ 16-ാം ധനകാര്യ കമ്മീഷൻ നിലവിൽ വരുന്നത്. അങ്ങനെ ഇരിക്കെയാണ് ഈ സെൻട്രലി സ്പോൺസേഡ് സ്കീംസ് വഴിയാണ് സംസ്ഥാനങ്ങൾക്കായി മാറ്റിവെച്ചിരിക്കുന്ന ഫണ്ട് 26,20,769 കോടി. അതിന്റെ 12.2% എങ്ങനെയാണ് വരുന്നത്? സെൻട്രലി സ്പോൺസേഡ് സ്കീംസ് വഴിയാണ് വരുന്നത്. അപ്പം അതാണ് അതിന്റെ ഒരു പ്രശ്നം. അതേസമയത്ത് നേരിട്ട് സെൻട്രലി സ്പോൺസേഡ് സ്കീംസ് വഴി വരുമ്പോൾ ഉള്ള പ്രശ്നം എന്താണ്? നേരിട്ട് സംസ്ഥാനങ്ങളിലേക്ക് ഫണ്ട് എത്തുകയാണെങ്കിൽ അവരുടെ താല്പര്യങ്ങൾ, അവരുടെ പ്രയോറിറ്റി അനുസരിച്ച് ആ ഫണ്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. മറിച്ച് ഓരോ സ്കീമിന്റെ ബേസിസിൽ ഇപ്പോ പല ഈ 28 സ്കീംസിൽ ഏതെങ്കിലുമൊക്കെ സ്കീംസിന്റെ അതൊരു പക്ഷെ ചില സംസ്ഥാനങ്ങൾക്ക് താല്പര്യമില്ലാത്ത സ്കീമായിരിക്കാം. അങ്ങനെയുള്ള സ്കീംസിന്റെ കീഴില് ഈ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ സെൻട്രൽ ഗവൺമെന്റ് തീരുമാനിക്കുന്ന പ്രയോറിറ്റി അനുസരിച്ച് സംസ്ഥാനങ്ങൾ മുന്നോട്ട് പോകണം, സംസ്ഥാനങ്ങൾ കാര്യങ്ങൾ നിർവഹിക്കണം എന്ന ഒരവസ്ഥയിലേക്ക് സംസ്ഥാനങ്ങളെ ചുരുക്കുന്നു. അതാണ് അവിടുത്തെ ഇഷ്യൂ. മറിച്ച് ഇത് ഈ സെൻട്രലി സ്പോൺസേഡ് സ്കീംസ് വഴി അല്ലാതെ ഡെവല്യൂഷൻ വഴിയായി തന്നെ ഈ ഫണ്ട് സംസ്ഥാനങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ അവരുടെ പ്രയോറിറ്റി അനുസരിച്ച് അവർക്ക് ആ ഫണ്ട് യൂട്ടിലൈസേഷൻ നടത്താം. അപ്പം മിസ്യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ നമുക്ക് CAG ഉണ്ടല്ലോ, ഇന്റേണൽ ഓഡിറ്റ് ഉണ്ട്. അത് പോരെങ്കിൽ CAG ഓഡിറ്റ് ഉണ്ട്. CAG ഓഡിറ്റ് ചെയ്ത് കൃത്യമായ രീതിയിൽ പുറത്തു കൊണ്ടുവരും ഏതെങ്കിലും ഫണ്ട് മിസ്യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പം അതിനുള്ള അവസരം കൊടുക്കാതെ സെൻട്രലി സ്പോൺസേഡ് സ്കീംസ് വഴി 12.2% സെൻട്രൽ ഷെയർ നൽകുന്നു സംസ്ഥാനങ്ങൾക്ക് എന്നുള്ളതിൽ ഒരു വലിയ ആവലാതിക്ക്, പരിഭവത്തിന് ഒക്കെ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം, ഈ 16-ാം ധനകാര്യ കമ്മീഷൻ വഴി കേരളത്തിന് എന്ത് കിട്ടി? 15-ാം ധനകാര്യ കമ്മീഷനിൽ കേരളത്തിന് കിട്ടിയത് 1.92% ആയിരുന്നു. അതിന്റെ കാരണവും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. ഒട്ടുമിക്ക നോംസും കേരളത്തിന് എതിരെയായിരുന്നു. അതായത് ഒന്നാമത്തെ നോം പോപ്പുലേഷൻ. നമ്മൾ പോപ്പുലേഷൻ പോളിസി ഫോളോ ചെയ്ത നല്ല രാജ്യമായിരുന്നു. ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടേണ്ടതിന് പകരം ബാഡ് സർട്ടിഫിക്കറ്റ് എന്ന രീതിയിലാണ് നമ്മുടെ ഡെവല്യൂഷൻ ഷെയർ 2.53 നിന്ന് 1.92 ആയിട്ട് കുറയുന്നു. 14-ാം ധനകാര്യ കമ്മീഷനിൽ 2.53 ആയിരുന്നത് 15-ാം ധനകാര്യ കമ്മീഷനിൽ 1.92 ആയിട്ട് കുറയുകയാണ് ചെയ്തത്. ആ സ്ഥാനത്ത് നിന്ന് ഇപ്പോ ഈ 16-ാം ധനകാര്യ കമ്മീഷനിൽ എന്ത് വേണമെന്നാണ് സംസ്ഥാനം ആവശ്യപ്പെട്ടിരുന്നത്? 2.72% എങ്കിലും വേണം വരത്തക്ക. അതാണ് ഫിനാൻസ് കമ്മീഷനെ കണ്ട് ഫിനാൻസ് കമ്മീഷനോട് ഈ പറയപ്പെട്ട വിചാരങ്ങളൊക്കെ പ്രകടിപ്പിച്ച് കുറഞ്ഞ പക്ഷം 2.72% എങ്കിലും സംസ്ഥാനത്തിന് തരണം എന്ന് റിക്വസ്റ്റ് ചെയ്തിരുന്നു. പക്ഷെ നമുക്ക് എത്ര കിട്ടി? 2.38%ത്തിലേക്കാണ് നമ്മുടെ വർധനവ്. 1.92% നിന്ന് 2.38%ത്തിലേക്കുള്ള ഒരു വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അതനുസരിച്ച് കണക്ക് കൂട്ടുകയാണെങ്കിൽ 2026-27 36,355 കോടി നമുക്ക് കിട്ടും. അതേ സമയത്ത് 2025-26 കിട്ടിയത് എത്രയായിരുന്നു? 26,814 കോടിയായിരുന്നു. എന്ന് വെച്ചാൽ അതിനേക്കാളും 9,541 കോടി അധികം കിട്ടും നമുക്ക് ഈ വർഷം. അപ്പൊ നമ്മുടെ ധനപ്രതിസന്ധി അതുകൊണ്ട് തീരില്ല. നമ്മൾ ആഗ്രഹിച്ചിരുന്ന രീതി കിട്ടിയില്ല എങ്കിൽ പോലും അവിടെ ഒരു മാർജിനൽ ഇൻക്രീസ് ഉണ്ട് എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. പക്ഷേ ആഗ്രഹിച്ചത്ര കിട്ടിയില്ല. 2.72% ചോദിച്ചു, 2.38% ലഭിച്ചുള്ളൂ. അപ്പൊ ആ ഒരു നിരാശ കേരളത്തിനുണ്ട്. ഇനി സെൻട്രലി സ്പോൺസേഡ് സ്കീംസ് വഴിയൊക്കെ എങ്ങനെ ഫണ്ട് വരും? സെസ്സും സർചാർജും ഒക്കെ കേന്ദ്ര ഗവൺമെന്റ് കാലാകാലങ്ങളിൽ എങ്ങനെ വർദ്ധിക്കും? അതൊക്കെ ആശ്രയിച്ചിരിക്കും സംസ്ഥാനങ്ങൾക്ക് കിട്ടേണ്ട എന്തുമാത്രം റിസോഴ്സസ്, എന്തുമാത്രം വിഭവങ്ങൾ തട്ടി എടുക്കുന്നുണ്ട് കേന്ദ്രം എന്ന കാര്യം. അപ്പം എന്തായാലും ഫിനാൻസ് കമ്മീഷൻ ഡെവല്യൂഷൻ
കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ മെച്ചമാണ്. അതേ സമയത്ത് പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നിട്ടില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതിന് പകരം കേന്ദ്രത്തെ പഴിച്ചുകൊണ്ടിരിക്കാതെ സംസ്ഥാന ഗവൺമെന്റ് സ്വന്തം വിഭവങ്ങൾ എങ്ങനെ നല്ലവണ്ണം കാര്യക്ഷമമായി പ്രയോജനപ്പെടുത്തണം, എങ്ങനെ നികുതി പിരിവ് മെച്ചപ്പെടുത്താം, അതാണ് റവന്യൂ മൊബിലൈസേഷൻ മെച്ചപ്പെടുത്തുക, ചെലവുകൾ വളരെ ശക്തമായ രീതിയിൽ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ ഓരോ വകുപ്പിനും ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾ കേട്ടതാണ് CAG-യുടെ തന്നെ കുറ്റപ്പെടുത്തൽ, വകമാറ്റി ചെലവഴിക്കൽ. ഈ LDF ഗവൺമെന്റ് ഏറ്റവും മിടുക്ക് കാണിക്കുന്നത് വകമാറ്റി ചെലവഴിക്കലിലാണ്. അപ്പൊ ചെല്ലേണ്ടടുത്ത് ചെല്ലുന്നില്ല. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? 38% മാത്രമാണ് പ്ലാൻ ഫണ്ട് യൂട്ടിലൈസേഷൻ അഥവാ പദ്ധതി വിഹിതം ചെലവഴിക്കൽ 38% നിൽക്കുകയാണ്. 100%ലേക്ക് പോകേണ്ടതാണ്. ഇനി 1-2 ആഴ്ച കഴിയുമ്പോഴത്തേക്കും ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യും. അതോടെ എല്ലാ ചെലവുകളും നിൽക്കും. അഥവാ അല്ലെങ്കിൽ തന്നെയും മാസങ്ങളായി ഖജനാവ് കാലിയാണ്. അതായത് 10 ലക്ഷത്തിന് മുകളിലുള്ള ഒരു ചെക്കുകൾ ക്ലിയർ ചെയ്യാത്ത ഒരു ട്രഷറിയാണ് നമുക്ക് മാസങ്ങളായിട്ടുള്ളത്. അപ്പൊ അത്തരം ഒരു സാഹചര്യത്തിൽ ഇനി കാര്യമായ ഒന്നും നടക്കത്തില്ല. അപ്പൊ എന്താണ് ഗവൺമെന്റ് ചെയ്യേണ്ടത്? വകമാറ്റി ചെലവഴിക്കലൊക്കെ മാറ്റി നിർത്തുക, കുടിശ്ശിക കിടക്കാൻ സമ്മതിക്കാതിരിക്കുക. ഇതാ ഇപ്രാവശ്യത്തെ ബജറ്റ് ഇൻ ബ്രീഫ് എടുത്തു നോക്കുക. ബജറ്റ് ഡോക്യുമെന്റ്, ഗവൺമെന്റിന്റെ ബജറ്റ് ഡോക്യുമെന്റ്, ആ ബജറ്റ് ഡോക്യുമെന്റിൽ തന്നെ കുടിശ്ശിക പിരിക്കാനുള്ളത് 21,000 കോടിയിലധികമാണ് കുടിശ്ശിക പിരിക്കാനുള്ളത്. അതായത് അത്ര വലിയ ധനപ്രതിസന്ധിയിലാണ് കേരളം അകപ്പെട്ടിരിക്കുന്നത്. എന്നിട്ട് പോലും 21,000 കോടിയിലധികം കുടിശ്ശിക പിരിച്ചെടുക്കാനുണ്ടെങ്കിൽ ഗവൺമെന്റിന്റെ കാര്യക്ഷമത എവിടെ? അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ ശ്രദ്ധയോടെ മുന്നേറിയാൽ മാത്രമേ ഫിനാൻസ് കമ്മീഷൻ നമ്മൾ ആഗ്രഹിച്ചതുപോലെ നമ്മൾ കനിഞ്ഞില്ല എന്നിരിക്കെ നാം സടകുടഞ്ഞെഴുന്നേൽക്കണം. ഫിനാൻസ് പെർഫോമൻസ്, ഫിസ്ക്കൽ എഫേർട്ട് വളരെ കാര്യക്ഷമമായിട്ട് മെച്ചപ്പെടുത്തണം. അപ്പൊ നമ്മൾ അഭിജിത് ബാനർജിയെ ഞാൻ ഓർത്തു നോക്കുകയാണ്. ഈ വകുപ്പുകളിലുള്ള ഉദ്യോഗസ്ഥർക്കൊക്കെ 5 വർഷം കൂടുമ്പോൾ ശമ്പളം പരിഷ്കരിച്ച് കൊടുക്കുന്നതിന് പകരം അമേരിക്കയിലെ കാര്യം, അതിന് അഭിജിത് ബാനർജിയുടെ 2019 വാട്ട് ദ ഇക്കോണമി നീഡ്സ് നൗ. ഇന്ത്യ 2019 ഒരു ലോകസഭാ ഇലക്ഷനിലേക്ക് പോകുന്ന സമയത്ത് ഇന്ത്യ ഗവൺമെന്റിന് വേണ്ടി അഭിജിത് ബാനർജി, നോബൽ ലൊറേറ്റ്, 2019 സാമ്പത്തിക ശാസ്ത്ര നോബൽ സമ്മാനം വാങ്ങിയ അഭിജിത് ബാനർജി എഴുതിയ ഗ്രന്ഥമാണ് വാട്ട് ദ ഇക്കോണമി നീഡ്സ് നൗ എന്ന ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നത് എഫിഷ്യൻസിക്ക് ഇൻക്രിമെന്റ് കൊടുക്കുക. 5 വർഷം കൂടുമ്പോൾ ശമ്പളം പരിഷ്കരിക്കുകയല്ല വേണ്ടത്. ഓരോ വർഷവും എഫിഷ്യന്റ് ആയിട്ടുള്ളവർക്ക് ആ എഫിഷ്യൻസിയെ റേറ്റ് ചെയ്ത് അതിനനുസരിച്ച് ഇൻക്രിമെന്റ് കൊടുക്കുക. അങ്ങനെ കൊടുക്കുമ്പോൾ എല്ലാവരും എഫിഷ്യന്റ് ആകും. അങ്ങനെയുള്ള റേറ്റിംഗ് സമ്പ്രദായം വെച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പെർഫോമൻസ് എപ്പോഴും ഈ തരത്തിൽ താഴേക്ക് സ്മാർട്ട് ഫോണും നോക്കി അങ്ങനെ ഇരുന്ന് സർക്കാർ ജീവനക്കാരുടെ പെർഫോമൻസ് വളരെ പൂവറാകും. അതിന്റെ ഒരു ഉദാഹരണമായിരിക്കാം കേരളത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അഭിജിത് ബാനർജിയുടെ ആ ഗ്രന്ഥം വാട്ട് ദ ഇക്കോണമി നീഡ്സ് നൗ എന്ന ഗ്രന്ഥം ഇപ്പോഴെങ്കിലും നമ്മുടെ വകുപ്പിലിരിക്കുന്ന, നമ്മുടെ ഫിനാൻസിലിരിക്കുന്നവരൊക്കെ വാങ്ങിച്ചു വായിക്കുക. എന്നിട്ട് അതൊന്ന് ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കുക. അങ്ങനെയാകുമ്പോൾ പെർഫോമൻസ് ബെറ്റർ ആകും. പെർഫോമൻസ് ബെറ്റർ ആകുമ്പോൾ റിസോഴ്സസ് താനെ ഉണ്ടാകും. ഫിസ്ക്കൽ ക്രൈസിസിൽ നിന്ന് തലയൂരാനുള്ള മാർഗങ്ങൾ നമുക്ക് തന്നെ കണ്ടെത്താനാകും. ആരുടെ മുൻപിൽ ചെന്ന് ഓച്ചാനിച്ചു നിന്ന് ഞങ്ങൾക്ക് കൂടുതൽ ഡിവോൾവ് ചെയ്ത് തരണമെന്ന് കരഞ്ഞു പറയേണ്ട ഒരവസ്ഥ ഉണ്ടാവുകയുമില്ല.